കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല BEd അഡ്മിഷൻ 2024-25 BEd അഡ്മിഷൻ്റെ ഒന്നാം വർഷ BEd പ്രവേശനം 2024-2025 സപ്ലിമെൻ്ററി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള പുതിയ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഓപ്ഷൻ നൽകുന്നതിന് ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിനും നാളെ മുതൽ അവസരം തുടങ്ങുകയാണ്. 11 മുതൽ 17 വരെയാണ് ഈ ഒരു അവസരം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതുവരെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും പുതിയ ഓപ്ഷൻസ് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാം വർഷ BEd പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് 20 ഓപ്ഷൻസ് മാക്സിമം 20 ഓപ്ഷൻസ് നൽകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീവാലുവേഷൻ മാർക്ക് അങ്ങനെ എന്തെങ്കിലും മാർക്കുകളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ മാർക്കുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾ ഓൾറെഡി പുതിയ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ പുതിയ ഓപ്ഷൻസ് കൊടുത്തു കഴിയുമ്പോൾ പുതിയ ഓപ്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത്. നിങ്ങളുടെ പഴയ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ വർഷവും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പഴയ ഓപ്ഷൻസ് റിമൂവ് ആവും. പക്ഷേ നിങ്ങൾ പുതിയ ഓപ്ഷൻസ് കൊടുത്തില്ല എങ്കിൽ പഴയ ഓപ്ഷൻസ് കിടപ്പുണ്ടെങ്കിൽ അത് പരിഗണിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം അങ്ങനെ ഇല്ലായിരുന്നു. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കൊടുക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഈ വർഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പുതിയ ഓപ്ഷൻസ് വെക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി പഴയ ഓപ്ഷൻസ് കിടപ്പുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണ്ടാത്ത കോളേജുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഓപ്ഷൻസ് വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, മൂന്നാമത്തെ റാങ്കിലുള്ള വിദ്യാർത്ഥിക്ക് പോലും അഡ്മിഷൻ കിട്ടിയില്ല, എന്താണ് കിട്ടാത്തത്, എന്താണ് സീറ്റ് ആർക്കും കൊടുക്കാത്തതാണോ, മാനേജ്മെൻറ്റ് സീറ്റാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, മിക്ക കോളേജിലും അത് ഒരു 4-5 കോളേജ് മാത്രമേ ഉള്ളൂ 100 സീറ്റൊക്കെ വരുന്നത്. ബാക്കി എല്ലാ കോളേജിലും 50 സീറ്റാണ്. ആ 50 സീറ്റ് എന്ന് പറയുന്നത് ആ കോളേജിലെ എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയാണ്. ഇപ്പം ഫിസിക്കൽ സയൻസ്, മാത്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഇനി ഹിന്ദി, അങ്ങനെ ഏത് ലാംഗ്വേജ് ഉണ്ടോ ആ ലാംഗ്വേജിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം കൊടുക്കുന്ന സീറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിനല്ല 50 സീറ്റ്, എല്ലാ സബ്ജക്റ്റിനൂടെ ചേർത്തിട്ടാണ് 50 സീറ്റ്. ആ 50 സീറ്റിൽ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് പോവും, കമ്മ്യൂണിറ്റി സീറ്റ് പോവും, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാറ്റഗറി വരുന്ന സീറ്റുകളെല്ലാം പോയതിന് ശേഷമാണ് ഈ മെറിറ്റിലൂടെ അലോട്ട്മെൻറ്റിലൂടെ സീറ്റുകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം കോളേജുകൾ നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ടീച്ചിങ് ഫീൽഡൊക്കെ ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ മാക്സിമം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മാക്സിമം വെക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ഫീസ് കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഈ ഒരു 2 വർഷം പെട്ടെന്ന് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും. അല്ല ഇനി അടുത്ത വർഷമാണെങ്കിൽ ഇതിലും കോമ്പറ്റീഷൻ ആയിരിക്കും. വിദ്യാർത്ഥികൾ വീണ്ടും പാസ് ഔട്ടായിട്ട് ഇറങ്ങുകയാണ്. PG കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞുള്ള വിദ്യാർത്ഥികൾക്ക് അതിൻ്റേതായ ഇത് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഓപ്ഷൻസും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട കൊടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ജൂലൈ 11 മുതൽ 16 വരെ ഓപ്ഷൻസ് ഓൺലൈനായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അത് എയ്ഡഡ് കോളേജുകളിലേക്കാണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലഭ്യമാക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് വഴി നിങ്ങൾക്ക് ജൂലൈ 11 മുതൽ 16 വരെ അപേക്ഷ നടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്തവരും നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തവരും അഡ്മിഷൻ എടുത്ത ശേഷം കോളേജിൽ നിന്ന് TC വാങ്ങി വരും. അതുപോലെ തന്നെ പല ഘട്ടങ്ങളിൽ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് പുറത്തായവർക്കും ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷൻ നൽകാൻ സാധിക്കും. കമ്മ്യൂണിറ്റി കോട്ടയിൽ ഓപ്ഷൻ നൽകിയാൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയ്ക്കും നോക്കിയിരിപ്പുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ അവരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാം. അപ്പം നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.